വെൽക്കം ടു ടെക്കീസ് ഓഫീസ്. അപ്പം ഞാൻ ഇന്ന് ബോഷ് കാർ സർവീസ് പ്രഗതി മോട്ടോഴ്സിലാണ്. ഇവിടെ വൈറ്റ്ഫീൽഡ് ബാംഗ്ലൂരിലാണ് ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ ഞാനൊരു വർക്ക്ഷോപ്പ് തേടിയിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കാറ് കുറച്ച് വർക്കിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. സോ ഇങ്ങനെയാണ് വർക്ക്ഷോപ്പിലേക്കുള്ള എൻട്രി. ഇവിടെ നമ്മുടെ CRV ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. സൈലൻസർ കോട്ടിങ് കഴിഞ്ഞു. സൈലൻസർ ഇവിടെ വെച്ചിരിക്കുകയാണ്. കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സിൽവർ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീൽസ് ഇവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീൽസിനെ ബ്ലാക്ക് പെയിന്റ് ചെയ്യാൻ അതിനെ വാഷ് ചെയ്ത് റെഡിയാക്കുകയാണ്. അവിടെ കോർണറിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്രാച്ച് ഉണ്ടായിരുന്നൊക്കെ മാറ്റി. പിന്നെ ഇതാ ഒരു വീല് ഇവിടെ റെഡി ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ സൈഡ് മിറേഴ്സും ഗ്ലോസി ബ്ലാക്ക് കോട്ടിങ്ങിന് അഴിച്ചിട്ടുണ്ട് പാർട്സ്. അത് ഇനി അത് ചെയ്യും. അതുപോലെ അണ്ടർ ചേസി കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചത്. This one also is okay. Yeah, the suspension. This is near. No, this one. What do you say? What do you dress up or bit it? Idolla what put anti start of. Do you believe me? Do you believe me that I'm a lonely soul? Would you love me? I've been searching, always wanted more. Can you hear? प्रोपेलर शाफ्ट में तो नहीं किया ना? नहीं किया. That I'm a lonely soul. Would you love me? I've been searching, always wanted more. Can you hear me? ये सस्पेंशन के पार्ट है ना? Hit that spin, you want that kid, you bring things back, you don't wanna hit it. Don't want to worry about this. Don't die the things you wish when you in that place. You want that kiss and want that kiss. Do you believe me? और हो गया ना? हाँ हो गया. और देख लीजिए बस में. डरवाना होगा. क्यों हो रहा? ये इसमें नहीं रहने देना. इसमें मारना है क्या? ब्लैक कंधेरा मारेंगे. ये वाला पार्ट में खाली. പിന്നെ ഇനി ബാക്കി ചെയ്യാൻ ബാക്കിയുള്ളത് വണ്ടി ഇതിനെ ഒന്ന് പോളിഷ് ചെയ്യും. കാരണം ഒരു റഫായിട്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പെയിൻറ്റ് സർഫസ്. അപ്പോൾ അതൊന്ന് ടെഫ്ലോൺ കോട്ടിങ് ചെയ്യും. അതൊക്കെയാണ് ഇപ്പോൾ. പിന്നെ വേറെന്താണ്, കോണ്ടാക്ട് ബാറ്ററി കോണ്ടാക്റ്റും മാറ്റും. ബാറ്ററിയുടെ കോണ്ടാക്റ്റ് ഉള്ളത് ഇപ്പോൾ കുറച്ച് പഴയതായതുകൊണ്ട് അത് മാറ്റും. അതുപോലെ ഈ എൻജിൻ്റെ ഈ ഭാഗത്തും സൈലൻസർ കോട്ടിങ് ചെയ്യും. അത്രയാണ് ഇപ്പോൾ വർക്ക്, പെൻഡിങ് വർക്കുള്ളത്. ഇവിടെ കുറേയൊക്കെ വർക്ക് കഴിഞ്ഞു. വീൽസ് ഗ്ലോസി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈഡ് മിറേഴ്സ് ഗ്ലോസി ബ്ലാക്ക് ചെയ്തു. ഇതിനെ ടിൻറ്റ് ചെയ്യിപ്പിക്കാന്ന് തോന്നുന്നു, കാരണം ഭയങ്കര കോൺട്രാസ്റ്റ് ആയി. അപ്പൊ ഒന്ന് ടിൻറ്റ് ചെയ്യിപ്പിക്കാം.
വീല് ഗ്ലോസി ആവുമ്പോൾ രസമുണ്ട് കാണാൻ. ഇത് ന്യൂ ലുക്ക് ഉണ്ട്. പിന്നെ ടെഫ്ലോൺ ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. ഓവറോൾ I've been searching, always wanted more. Can you hear me? Taking a hold of me. Love wasn't meant to be. Love wasn't meant to be an enemy. You take all my energy. Do you believe me that I'm a lonely soul? Would you love me? I've been searching, always wanted more. Can you hear me? Do you believe me? I've been searching, always wanted more. Can you hear me? Do you believe me? Do you believe me that I'm a lonely soul? Would you love me? I've been searching, always wanted more. Can you hear me? Do you believe me that I'm a lonely soul? Would you love me? I've been searching, always wanted more. Can you hear me? Take time, lost that shit. So hot when you hit that shit. Hit that split and you want that kid. You bring things back 'cause you don't wanna hit it. Don't wanna worry about this. Don't try the things you wish when you in that place. You want that kiss and want that kiss. Do you believe me that I'm a lonely soul? Would you love me? ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി. ഇത് കണ്ടോ, അലോയ് വീൽസ് കണ്ടോ, നല്ല ലുക്കായി. ബ്ലാക്ക് ആയപ്പോൾ വണ്ടിയുടെ ഒരു സ്പോർട്ടി എലിമെൻ്റ് വന്നു തുടങ്ങി. ബ്ലാക്ക് വീൽസ് ആൻഡ് ഒരു ടെഫ്ലോൺ കോട്ടിങ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ കണ്ടീഷൻ നല്ലതാണ്. ഇനി നെക്സ്റ്റ് വീഡിയോ ഉണ്ടാകാൻ പോണത് ഞാൻ ഹെഡ്ലൈറ്റ് റീസ്റ്റോർ ചെയ്യും. ഈ ഹെഡ്ലൈറ്റ് കുറച്ച് ഡള്ളാണ്, അത് റീസ്റ്റോർ ചെയ്യണം. അതിന് ഞാൻ കേരളത്തിൽ ആലുവയിൽ ഒരു പാർട്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മിക്കവാറും വീഡിയോ എടുക്കും. പിന്നെ ഒരു ചെറിയൊരു അക്സസറി ഞാൻ ആഡ് ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിഷിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഹാൻഡിലൊക്കെ ഹോണ്ടയുടെ ജെൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. സോ ദാറ്റ് ഏറ്റവും കൂടുതൽ സ്ക്രാച്ച് വരുന്നത് ഇതിൻ്റെ അടിയിലാണ്. അപ്പോൾ അവിടെ ഹോണ്ടയുടെ സ്റ്റിക്കർ ഒട്ടിച്ച് അതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തു. പിന്നെ കാർ ഓവറോൾ നല്ലതാണ്. ഇനിയിപ്പോൾ പെയിൻറ്റിൽ ആകെ 2 സ്ഥലത്താണ് ഒരു പ്രശ്നം കാണുന്നത്. ഒന്ന് ഇവിടെ ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്, അത് ഞാൻ മിസ് ഔട്ട് ആയതാണ്.
നെക്സ്റ്റ് ടൈം അവരടുത്ത് വല്ലയിടത്തും കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യിപ്പിക്കണം. അതുപോലെ ഇവിടെ ഒരു ചെറിയ ഡോട്ട് ഉണ്ട്, അത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ കാണാം ഡോട്ട്. അത് ഞാൻ ഇവിടെ മറ്റേ ഡോർ ഗാർഡ് വെച്ചിട്ട് മറയ്ക്കാൻ നോക്കും. കാരണം ആ ഒരു ഡോട്ടിന് വേണ്ടിയിട്ട് ഫുൾ ഡോറ് പെയിൻറ്റ് ചെയ്യാൻ നഷ്ടമാണ്. അങ്ങനെ വണ്ടി ഓവറോൾ ലുക്ക് ഇതാണ്. ബ്ലാക്ക് മിറേഴ്സ് വന്നപ്പോൾ നല്ല അടിപൊളിയായി. ഇനി അതിന് ഓട്ടോമാറ്റിക് ക്ലോസിങ് കൊടുക്കും. പിന്നെ ഇത് കണ്ടോ, ഓവറോൾ ബ്ലാക്ക് വീൽസ് വന്നപ്പോൾ വണ്ടിക്ക് ഒരു സ്റ്റെൽറ്റ് ലുക്ക് വന്നു. ഈ സിൽവർ കളറിന് ബ്ലാക്ക് നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇപ്പോൾ OEM വീൽസ് ആണെന്ന് തോന്നില്ല, ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ഇട്ടൊരു ഫീല് വരുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഒരു അലോയ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രേ സ്റ്റിക്കർ പോലെ റബ്ബറിൻ്റെ സ്റ്റിക്കർ കിട്ടും. അത് ഞാൻ സോഴ്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു ചൈനയിലാണ് അവൈലബിൾ ഉള്ളൂ. ഇവിടെ ഗ്രീനും റെഡൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഗ്രേ കളറാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ലുക്ക് ഉണ്ടാവും വിചാരിക്കും. പിന്നെ അലോയ് ഒന്ന് പ്രൊട്ടക്ഷനും കിട്ടും. അത് നെക്സ്റ്റ് ചെയ്യും. ഹോണ്ടയുടെ സിമ്പിൾ ഞാൻ അവിടെ മറന്നു ഒട്ടിക്കാൻ, അത് ഇന്ന് പോയിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വണ്ടിയുടെ ബോഷ് സർവീസ് സെൻറ്ററിലുള്ള എക്സ്പീരിയൻസ്. ഓവറോൾ നല്ലതാണ് എക്സ്പീരിയൻസ്. ആകെ ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിരുന്നു, നല്ല ഡീലായിരുന്നു. ഈ 4 വീൽസ് ചെയ്യിപ്പിക്കാൻ ആകെ 2500 രൂപ മേടിച്ചത് ആണ് ഏറ്റവും ബെസ്റ്റ് പാകം ഇതിലെനിക്ക് തോന്നിയത്. പിന്നെ ഈ മിറേഴ്സ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആകെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ ഒരു ചെറിയ ഡബിൾ കോട്ട് പോലെ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. പക്ഷേ ഇത് മിററും ഫിനിഷ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മിററിൻ്റെ ഫിനിഷും മോശമായിരുന്ന സ്ഥിതിക്ക് എനിക്ക് ഓവറോൾ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഇഷ്ടമുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വൈറ്റ്ഫീൽഡിലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു വർക്ക്ഷോപ്പ് കിട്ടി. അതുപോലെ ഇനി എൻ്റെ വേറെ എക്സ്പീരിയൻസസൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. I hope you guys like the video. If you do, please like, share and subscribe. Thank you. Bye.